ഹായ് എവരിവൺ, മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടായ പ്രധാന മാറ്റങ്ങളും അതുപോലെ അവരുടെ ചൂഷണങ്ങളെപ്പറ്റിയും അവരുടെ സംഭാവനകളെപ്പറ്റിയുമൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ ഡച്ചുകാരെക്കുറിച്ചും ഫ്രഞ്ചുകാരെക്കുറിച്ചും അതുപോലെ തന്നെ ഈ യൂറോപ്യന്മാരുടെ ആഗമനത്തെ തുടർന്ന് ഇവിടെ ഉണ്ടായ കുറച്ച് ഗോത്രവർഗ കലാപങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഡച്ചുകാരെക്കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. മുൻപത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കാണണം. ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾ അടുത്ത ക്ലാസ് കാണുക. കാരണം ഒരു പോയിൻ്റ് പോലും നമുക്ക് നഷ്ടപ്പെടരുത്, ഒരു മാർക്ക് പോലും അതിൽ നിന്നും പോകരുത്. അപ്പോൾ ഡച്ചുകാർ 1595 ഇന്ത്യയിൽ എത്തിച്ചേർന്ന വിദേശികളാണ്. 1595 ഇന്ത്യയിൽ എത്തിച്ചേർന്ന വിദേശികളാണ് ഡച്ചുകാർ. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്നാണ്? 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമാകുന്നു. 1604 ഡച്ചുകാരുടെ കപ്പൽ വ്യൂഹം ആദ്യമായി കേരളത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഡച്ച് കപ്പൽ വ്യൂഹം ആദ്യമായി കേരളത്തിൽ എത്തിച്ചേർന്നത് 1604. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി. ഡച്ചുകാർ 1658 പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുകയും കൊല്ലം പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പം 1658 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്നും കൊല്ലം പ്രദേശം പിടിച്ചെടുക്കുന്നു. ഡച്ചുകാർ 1663 പള്ളിപ്പുറം കോട്ട പിടിച്ചെടുക്കുന്നു. 1789 പള്ളിപ്പുറം കോട്ട തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന് കൈമാറുകയും ചെയ്യുന്നു. ഡച്ചുകാർ 1663 പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്ത് 1789 തിരുവിതാംകൂറിന് പള്ളിപ്പുറം കോട്ട കൈമാറുന്നു. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തി. അപ്പം പോർച്ചുഗീസുകാർ 1663 കേരളത്തിൽ നിന്നും തുരത്തുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലാണ് വാൻ ഗോയുൻസ്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാണ്? അത് വാൻ ഗോയുൻസ് ആണ്. വാൻ ഗോയുൻസ്. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തത് എന്നാണ്? 1663. 1663 ഡച്ചുകാർ സെൻറ്റ് ആഞ്ചലോസ് കോട്ട പിടിച്ചെടുക്കുകയും പുതുക്കി പണിയുകയും ചെയ്യുന്നു. ഡച്ചുകാർ 1663 സെൻറ്റ് ആഞ്ചലോസ് കോട്ട പിടിച്ചെടുത്ത് അത് പുതുക്കി പണിയുന്നു. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവച്ച സന്ധിയാണ് അഴീക്കോട് സന്ധി. 1661 കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതാണ്? അഴീക്കോട് സന്ധി 1661. പുറക്കാട്, കായംകുളം എന്നീ പ്രദേശത്തെ മുഖ്യന്മാരുമായാണ് ഡച്ചുകാർ കരാറിൽ ഏർപ്പെട്ടത്. ആരുമാരായിട്ടാണ് കരാറിൽ ഏർപ്പെട്ടത്? പുറക്കാട്, കായംകുളം എന്നീ പ്രദേശത്തെ മുഖ്യന്മാർ. കൊച്ചി, കൊല്ലം എന്നിവയാണ് ഡച്ചുകാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. കൊച്ചിയും കൊല്ലവുമായിരുന്നു ഡച്ചുകാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ച കന്യാകുമാരിയിലെ പ്രധാന പ്രദേശമായിരുന്നു കുളച്ചൽ. അപ്പോൾ ഡച്ചുകാർ അവരുടെ അധികാര കേന്ദ്രം സ്ഥാപിച്ച കന്യാകുമാരിയിലെ പ്രധാന സ്ഥലം ഏതാണ്? അത് കുളച്ചലാണല്ലേ. എന്നാൽ മാർത്താണ്ഡവർമ്മ കുളച്ചൽ പ്രദേശം കോട്ട കെട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചു. മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? മാർത്താണ്ഡവർമ്മ ആരാണ്? തിരുവിതാംകൂറിലെ രാജാവായിരുന്നു അല്ലേ. അപ്പോൾ മാർത്താണ്ഡവർമ്മ ഈ കുളച്ചൽ പ്രദേശം കോട്ട കെട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഇത് പിടിച്ചെടുക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങൾ കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിച്ചു. കുളച്ചൽ യുദ്ധം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും കുളച്ചൽ യുദ്ധം ഉണ്ടായത്. കുളച്ചൽ യുദ്ധം മുഖേനയാണ് ഡച്ചുകാർക്ക് ഇവിടുത്തെ ഭരണം നഷ്ടമാകുന്നത്. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? അത് മാവേലിക്കര ഉടമ്പടിയാണ്.
1753 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പിട്ടു. അപ്പം 1753 നമ്മുടെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. മാവേലിക്കര ഉടമ്പടി വഴി തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഡച്ചുകാർ ഇടപെടരുത് എന്നും തിരുവിതാംകൂർ മറ്റു രാജ്യങ്ങളുമായി യുദ്ധത്തിന് പുറപ്പെട്ടാൽ മറ്റു രാജ്യങ്ങളുമായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടാൽ ഡച്ചുകാർ നിഷ്പക്ഷത പാലിക്കുമെന്നും ഇതിലൂടെ വ്യവസ്ഥ ചെയ്തു. ഡച്ചുകാരിൽ നിന്നും 1789 ധർമ്മരാജ വിലയ്ക്ക് വാങ്ങിയ കോട്ടകളാണ് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും. അപ്പോൾ ഡച്ചുകാരുടെ അടുത്ത് നിന്ന് 1789 ധർമ്മരാജാവ് വിലയ്ക്ക് വാങ്ങിയ കോട്ടകൾ ഏതൊക്കെയാണ്? കൊടുങ്ങല്ലൂർ കോട്ട, പള്ളിപ്പുറം കോട്ട എന്നിവ. ഡച്ചുകാരുടെ പ്രധാന സംഭാവനകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഉപ്പ് നിർമ്മാണം, ഡച്ചുകാരുടെ പ്രധാന സംഭാവനയായിരുന്നു ഉപ്പ് നിർമ്മാണം. തുണിക്ക് ചായം മുക്കൽ, തുണികളിലൊക്കെ കളർ കൊടുക്കുന്നത്. തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനവും മെച്ചപ്പെട്ട തൈകളുടെയും വിതരണവും ഡച്ചുകാർ നടത്തി. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ്. എന്ത്? ഹോർത്തൂസ് മലബാറിക്കസ്. പള്ളിപ്പുറത്ത് കുഷ്ഠരോഗികൾക്കായി ആശുപത്രി ആരംഭിച്ചു. ഡച്ചുകാർ 18-ാം നൂറ്റാണ്ടിൽ ഗുരുവായൂരിൽ ചേറ്റുവ കോട്ട നിർമ്മിച്ചു. ചേറ്റുവ കോട്ട ആരാ നിർമ്മിച്ചത്? ഡച്ചുകാരാണ്. 18-ാം നൂറ്റാണ്ടിൽ ഗുരുവായൂരാണ്. 1744 കൊച്ചിയിലെ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചു. ബോൾഗാട്ടി പാലസ് ആരാ നിർമ്മിച്ചത്? ഡച്ചുകാരാണ്. 1744. ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പറങ്കികൾ എന്ന് വിളിക്കുന്നത് ആരെയാണ്? പോർച്ചുഗീസുകാർ. പരന്ത്രീസുകൾ ഫ്രഞ്ചുകാർ. ലണ്ടക്കാർ ഡച്ചുകാർ. ഡാനിഷുകൾ ഡെൻമാർക്കുകാർ. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ബോക്സ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് പഠിക്കാം. മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം അതാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഈ ഹോർത്തൂസ് മലബാറിക്കസ് ലാറ്റിൻ ഭാഷയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയിരിക്കുന്ന ഭാഷ ഏതാണ്? ലാറ്റിൻ ഭാഷയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് അഡ്മിറൽ വാൻ റീഡാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? അഡ്മിറൽ വാൻ റീഡ്. കേരള രാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കേരള രാമം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? അഡ്മിറൽ വാൻ റീഡ്. ഓക്കെ. ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. എവിടെ നിന്നാണ്? ആംസ്റ്റർഡാമിൽ നിന്നാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. 1678 1703 ഇടയ്ക്ക് 12 വാല്യങ്ങളായാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. എത്ര വാല്യങ്ങളായിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് ആംസ്റ്റർഡാമിൽ നിന്നും പ്രസിദ്ധീകരിച്ചത്? 12 വാല്യങ്ങളായാണ് കേട്ടോ. എന്നാൽ നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിൽ ഈ 1678 1693 എന്ന കാലയളവാണ് തന്നിരിക്കുന്നത്. പക്ഷേ പുസ്തകങ്ങളിലൊക്കെ 1678 1703 ഇടയ്ക്കെന്നാണ് പറയുന്നത്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷം തെങ്ങാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷം ഏതാണ്? തെങ്ങ്. ആദ്യ വൃക്ഷം തെങ്ങും അവസാന വൃക്ഷം ആലുമാണ് കേട്ടോ. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷം ചോദിച്ചാൽ അത് തെങ്ങ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ PSC. അവസാന വൃക്ഷം ഏതാണ്? അത് ആലാണ് കേട്ടോ. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? മലയാള ലിപി അച്ചടിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു മലയാളത്തിൽ പൂർണ്ണമായും അച്ചടിച്ചത് ഏതാ? സംക്ഷേപ വേദാർത്ഥമാണെന്ന് പഠിച്ചു. അപ്പം മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്ക് ഏതാണ്? അത് തെങ്ങ് എന്ന വാക്കാണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്കാണ് തെങ്ങ്.
ഹോർത്തൂസ് മലബാർക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാർക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ആരായിരുന്നു? അദ്ദേഹമാണ് ഇട്ടി അച്യുതൻ. ആലപ്പുഴ ജില്ലയിലെ കടക്കരപ്പള്ളിയിലാണ് ഇട്ടി അച്യുതൻ സ്മാരകമായ കുരിയാള സ്ഥിതി ചെയ്യുന്നത്. ഇട്ടി അച്യുതൻ സ്മാരകം എവിടെയാണ്? ആലപ്പുഴ ജില്ലയിൽ പള്ളിയിലാണ് കുരിയാള എന്ന സ്ഥലത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇട്ടി അച്യുതൻ സ്മാരകം. ആരാണ് ഇട്ടി അച്യുതൻ? ഹോർത്തൂസ് മലബാർക്കസിൻ്റെ രചനയ്ക്ക് സഹായിച്ച വൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. അടുത്തത് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട് എന്നിവരാണ് ഹോർത്തൂസ് മലബാർക്കസിൻ്റെ രചനയിൽ സഹായിച്ച ഗൗഡസാരസ്ഥ ബ്രാഹ്മണർ. ഹോർത്തൂസ് മലബാർക്കസിൻ്റെ രചനയിൽ സഹായിച്ച ഗൗഡസാരസ്ഥ ബ്രാഹ്മണർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട്. ഹോർത്തൂസ് മലബാർക്കസിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതനാണ് ജോൺ മാത്യൂസ് അല്ലെങ്കിൽ ഫാദർ മാത്യൂസ്. ഹോർത്തൂസ് മലബാർക്കസിലെ ചിത്രങ്ങൾ വരച്ചത് ജോൺ മാത്യൂസ്. ഫാദർ മാത്യൂസ് ആണ് ഹോർത്തൂസ് മലബാർക്കസിലെ ചിത്രങ്ങൾ വരച്ചത്. 691 ആധുനിക വർഗത്തിൽപ്പെട്ട 742 സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഔഷധ ഗണങ്ങളെക്കുറിച്ചും ഹോർത്തൂസ് മലബാർക്കസിൽ വിവരിക്കുന്നുണ്ട്. 794 ചിത്രങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഹോർത്തൂസ് മലബാർക്കസിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകനാണ് ഇമ്മാനുവൽ കർനെയ്റോ. ഹോർത്തൂസ് മലബാർക്കസിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകൻ ആരാണ്? ഇമ്മാനുവൽ കർനെയ്റോ. കേരള സർവകലാശാലയാണ് ഹോർത്തൂസ് മലബാർക്കസിൻ്റെ മലയാള പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത്. അപ്പം ഹോർത്തൂസ് മലബാർക്കസിൻ്റെ മലയാള പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയ സർവകലാശാല ഏതാണ്? അത് കേരള സർവകലാശാലയാണ് കേട്ടോ. ഹോർത്തൂസ് മലബാർക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് KS മണിലാലാണ്. ഹോർത്തൂസ് മലബാർക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് KS മണിലാൽ. KS മണിലാലിന് പത്മശ്രീ ലഭിച്ചത് 2020 ഇത്രമേൽ ശ്രദ്ധ ചൊലുത്തി രചിക്കപ്പെട്ട ഈ വിധമൊരു ഗ്രന്ഥത്തിനു വേണ്ടി പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് എത്രയോ ധനം ചെലവായിട്ടുണ്ടാവണം. ഇതിൻ്റെ രചയിതാക്കൾക്കും ഇത് രചിക്കപ്പെട്ട നാടിനും ഈ ഗ്രന്ഥം യശോഭൂഷണം അണിയിച്ചു കൊടുക്കുന്നു എന്ന് ഹോർത്തൂസ് മലബാർക്കസിനെ പറ്റി വൈറ്റ് ഹൗസ് അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഇത്രയാണ് ഡച്ചുകാരുടെ സംഭാവനകളും കാര്യങ്ങളും. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ചുകാരെ കുറിച്ചാണ്. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു ഫ്രഞ്ചുകാർ. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്നാണ്? 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തിയാണ് കോൾബർട്ട്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തിയാണ് കോൾബർട്ട്. മാഹി, കാരക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ. ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങളായിരുന്നു മാഹി, കാരക്കൽ, യാനം, ചന്ദ്രനഗർ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ എന്നിവയായിരുന്നു. പോണ്ടിച്ചേരിയുണ്ട്. മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ. 5 സ്ഥലങ്ങളുടെ പേര് ഓർത്തുകൊണ്ടിരുന്നതാണ്. ഫ്രഞ്ച് അധിനിവേശ പ്രദേശം ചോദിച്ചാൽ മാഹി, കാരക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. തെക്കേ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരത്ത് നിന്ന് അടിമകളെ കയറ്റുമതി ചെയ്യുന്നതിൽ ശ്രദ്ധ ചെലുത്തിയ വിദേശികളാണ് ഫ്രഞ്ചുകാർ. തെക്കേ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരത്ത് നിന്ന് അടിമകളെ കയറ്റുമതി ചെയ്യുന്നതിൽ ശ്രദ്ധ ചെലുത്തിയ വിദേശികളാണ് ഫ്രഞ്ചുകാർ. മാഹി ആയിരുന്നു കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം. മാഹി പണ്ടെങ്ങനെ അറിയുന്ന മയ്യഴി. മാഹി ആയിരുന്നു അല്ലെങ്കിൽ മയ്യഴി ആയിരുന്നു കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം. 1724 മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിക്കുന്നു. 1724. 1725 കടത്തനാട്ട് രാജാവിൽ നിന്നും മാഹി പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ ഫ്രഞ്ച് ക്യാപ്റ്റനാണ് ബെർട്രാൻഡ് ഫ്രാങ്കോയിസ്. മാഹി ഡി ലെ
ബോണേഴ്സ്. 1725 കടത്തനാട്ടു രാജാവിൽ നിന്നും മാഹി പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ ഫ്രഞ്ച് ക്യാപ്റ്റനാണ് ബെർട്രാൻഡ് ഫ്രാങ്കോയിസ് മാഹി ഡി ലെ ബോണേഴ്സ്. 1954 ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയി. ഫ്രഞ്ചുകാരെ കുറിച്ച് അധികമൊന്നും പഠിക്കാനില്ല, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തായി നമ്മൾ ഇന്ത്യയിലുണ്ടായ ചില പ്രധാന ലഹളകളെക്കുറിച്ചും ഗോത്രവർഗ കലാപങ്ങളെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. കാർഷിക കലാപങ്ങൾ, ഗോത്രവർഗ കലാപങ്ങൾ. ആദ്യമായിട്ട് വെല്ലൂർ ലഹള. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ ഇന്ത്യൻ ശിപ്പായിമാർ നടത്തിയ ആദ്യത്തെ കലാപം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ ഇന്ത്യൻ ശിപ്പായിമാർ നടത്തിയ ആദ്യത്തെ കലാപമാണ് വെല്ലൂർ ലഹള. 1806 ജൂലൈ 10 വെല്ലൂർ ലഹള നടന്നത്. വെല്ലൂർ കലാപത്തിൻ്റെ കേന്ദ്രം തമിഴ്നാട്ടിലെ വെല്ലൂരായിരുന്നു. അപ്പോൾ വെല്ലൂർ കലാപം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ ശിപ്പായിമാർ നടത്തിയതാണ്. 1806 ജൂലൈ 10 വെല്ലൂർ കലാപത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു? തമിഴ്നാട്ടിലെ വെല്ലൂരായിരുന്നു. വെല്ലൂർ കലാപം നടക്കുമ്പോൾ മദ്രാസ് ഗവർണർ വില്യം ബെൻഡിക് ആയിരുന്നു. സൈനികർക്കിടയിൽ നടപ്പിലാക്കിയ വേഷപരിഷ്കാരമാണ് വെല്ലൂർ ലഹളയ്ക്ക് കാരണമായത്. അപ്പോൾ വെല്ലൂർ കലാപം നടക്കുമ്പോൾ മദ്രാസ് ഗവർണർ ആരായിരുന്നു? വില്യം ബെൻഡിക് ആയിരുന്നു. വേഷപരിഷ്കാരം നടപ്പിലാക്കിയ സൈനിക മേധാവിയായിരുന്നു ജോൺ ക്രാഡോക്ക് എന്ന സൈനിക മേധാവിയാണ് ഈ ശിപ്പായിമാർക്കിടയിലെ വേഷപരിഷ്കാരം കൊണ്ടുവന്നത്. വെല്ലൂർ ലഹള അടിച്ചമർത്താൻ നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് സർ റോളോ ഗില്ലസ്പി. അപ്പം വെല്ലൂർ ലഹള അടിച്ചമർത്താനായിട്ട് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? സർ റോളോ ഗില്ലസ്പിയാണ്. വെല്ലൂർ ലഹളയെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൂർവരംഗം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കറാണ്. അപ്പോൾ വെല്ലൂർ ലഹളയെ വി ഡി സവർക്കർ എന്താണ് വിശേഷിപ്പിച്ചത്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൂർവരംഗം എന്നാണ് വെല്ലൂർ ലഹളയെ വി ഡി സവർക്കർ വിശേഷിപ്പിച്ചത്. അടുത്തതാണ് പൈക കലാപം. പൈക കലാപം 1817 പൈക കലാപം. ഒറീസയിലെ പാരമ്പര്യ സേനാ വിഭാഗമായിരുന്ന പൈക സമൂഹം ബ്രിട്ടീഷുകാർക്കെതിരെ 1817 നടത്തിയ സമരമാണ് പൈക കലാപം. അപ്പോൾ പൈക കലാപം എവിടെയായിരുന്നു? ഒറീസയിൽ. പൈക കലാപത്തിൻ്റെ മറ്റൊരു പേരാണ് പൈക ബിദ്രോഹ. പൈക കലാപത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? പൈക ബിദ്രോഹ എന്നാണ്. ഒറീസയിലെ ഗജപതി രാജാക്കന്മാർക്ക് കീഴിലുള്ള സൈനിക ജോലിയിലും പാട്ടകൃഷിയിലും ഏർപ്പെട്ടിരുന്ന സമൂഹമാണ് പൈക സമൂഹം. പൈക സമൂഹം എവിടെയായിരുന്നു? ഒറീസയിലെ ഗജപതി രാജാക്കന്മാർക്ക് കീഴിൽ സൈനിക ജോലിയിലും പാട്ടകൃഷിയിലും ഏർപ്പെട്ടിരുന്ന സമൂഹമായിരുന്നു പൈക സമൂഹം. ഇവർ നടത്തിയ കലാപമാണ് പൈക ബിദ്രോഹ അല്ലെങ്കിൽ പൈക കലാപം. ഏത് വർഷമാണ്? 1817. പൈക സമൂഹത്തിന് സൈനിക സേവനത്തിന് പകരമായി ഭൂമി പതിച്ച് കിട്ടിയിരുന്നു. ഈ സമ്പ്രദായം ബ്രിട്ടീഷുകാർ നിർത്തലാക്കിയതാണ് പൈക കലാപത്തിൻ്റെ പ്രധാന കാരണം. അതായത് ഈ പൈക സമൂഹത്തിൽ നിന്നും ആളുകൾ സൈനിക സേവനത്തിനായി പോകുമ്പോൾ അവർക്കതിന് പകരമായിട്ട് ഭൂമി പതിച്ചു നൽകുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ഇത് ബ്രിട്ടീഷുകാർ നിർത്തലാക്കിയതാണ് പൈക കലാപത്തിലേക്ക് നയിച്ച കാരണം. പൈക കലാപത്തിൻ്റെ നേതാവാണ് ബക്ഷി ജഗബന്ധു വിദ്യാധർ മൊഹപത്ര എന്നാണ് പേര്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിരിക്കുന്നത് പൈക കലാപത്തിൻ്റെ നേതാവ് ആരാണ്? ബക്ഷി ജഗബന്ധു ആണ്. 2017 പൈക കലാപത്തിൻ്റെ 200ാം വാർഷികം കേന്ദ്ര സർക്കാർ ആഘോഷിച്ചു. അപ്പോൾ പൈക കലാപത്തിൻ്റെ 200ാം വാർഷികം ആഘോഷിച്ചത് 2017. ബ്രിട്ടീഷുകാർക്കെതിരായ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന നിലയ്ക്ക് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പൈക കലാപത്തെയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന നിലയ്ക്ക് പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കലാപം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് 1817 നടന്ന പൈക കലാപം അല്ലെങ്കിൽ പൈക ബിദ്രോഹയാണ്.
അടുത്തതാണ് നീലം കലാപം. നീലം കലാപത്തിൻ്റെ വർഷം 1859 1860. നീലം കലാപത്തിൻ്റെ വർഷം 1859 1860 വർഷ കാലഘട്ടമാണ്. ബംഗാളിലെ നീലം കർഷകർ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരായി നടത്തിയ കലാപം. ബംഗാളിലെ നീലം കർഷക കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലെ നീലം കർഷകർ, നീലം കൃഷി ചെയ്യുന്ന ആളുകൾ ബ്രിട്ടീഷ് ചൂഷണത്തിന് എതിരെ നടത്തിയ കലാപമാണ് നീലം കലാപം. ഇന്ത്യയിൽ നീലം കൃഷി വർദ്ധിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായ വിപ്ലവം. ഇന്ത്യയിൽ നീലം കൃഷി വർദ്ധിക്കാനുണ്ടായ കാരണമാണ് നമ്മൾ പറയുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായ വിപ്ലവം. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി തുണി നിർമ്മാണ രംഗത്തുണ്ടായ കുതിച്ചുചാട്ടം. നീലത്തിൻ്റെ ഉയർന്ന ആവശ്യവും വിലയും. ഇതാണ് ഇന്ത്യയിൽ നീലം കൃഷി കൂടുതലാകാനുണ്ടായ കാരണം. ബ്രിട്ടീഷുകാരിൽ നിന്നും പണം മുൻകൂറായി കൈപ്പറ്റിയ ഓരോ കർഷകനും തൻ്റെ കൃഷിയിടത്തിൻ്റെ നിശ്ചിത ഭാഗത്ത് നീലം കൃഷി ചെയ്യണം എന്ന നിബന്ധന നീലം കർഷകരും ബ്രിട്ടീഷുകാരും തമ്മിൽ നിലനിന്നിരുന്നു. അതായത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? ഇവർക്ക് കർഷകർക്ക് ചോദിക്കുന്ന പണം നൽകുന്നു. അപ്പോൾ കർഷകർ അവരുടെ കൃഷിയിടത്തിൽ നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതരാകുന്നു. കർഷകർ തങ്ങളുടെ കൃഷിയിടത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗത്ത്, അതായത് മറ്റു കൃഷികളെ മാറ്റി നിർത്തി അവർ നീലം കൃഷിയിലേക്ക് തിരിയുന്നു. ഇങ്ങനെ ഒരു ധാരണ കർഷകരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഉണ്ടാകുന്നു. ബ്രിട്ടീഷുകാരുടെ നിബന്ധന പ്രകാരം കൃഷിയിടത്തിൻ്റെ ഫലഭൂയിഷ്ഠമായ ഭാഗത്താണ് ഇവർ നീലം കൃഷി ചെയ്തിരുന്നത്. വിളവെടുപ്പ് കാലത്ത് ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ നീലത്തിൻ്റെ വില കുറയാൻ കാരണമാകുന്നു. 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്നൊരു പ്രഖ്യാപിക്കുന്നു. നീലം കലാപത്തിൻ്റെ മറ്റു പേരുകളാണ് ഇൻഡിഗോ കലാപം, നീൽ വിദ്രോഹ. അപ്പം നീലം കലാപം പൊട്ടിപ്പുറപ്പെട്ട വർഷമാണ് 1859 1860. എവിടെയാണ്? ബംഗാളിലായിരുന്നു. ഇതിൻ്റെ മറ്റ് പേരുകളാണ് ഇൻഡിഗോ കലാപം, നീൽ വിദ്രോഹ. അപ്പം നീലം കലാപത്തിലേക്ക് നയിച്ചത് എന്താണ്? ബ്രിട്ടീഷുകാരിൽ നിന്നും മുൻപേറ് പണം വാങ്ങിയിട്ട് നമ്മുടെ കർഷകർ അവരുടെ കൃഷിയിടത്തിൻ്റെ ഫലഭൂയിഷ്ഠമായ ഭാഗത്ത് അവർ നീലം കൃഷി ചെയ്യുന്നു. പക്ഷേ നീലം വിളവെടുപ്പിൻ്റെ കാലമായപ്പോഴത്തേക്കും ബ്രിട്ടീഷ് ഏജന്റുമാർ ഇതിന് ഇടനിലക്കാരായി വരികയും അതോടെ നീലത്തിൻ്റെ വില ഗണ്യമായി കുറയുകയും ചെയ്യുന്നു. ഇത് കർഷകരെ വളരെയധികം പ്രതിസന്ധിയിലാക്കുകയും അവർ സംഘടിച്ച് ഇനി അവർ നീലം കൃഷി ചെയ്യുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇതാണ് നീലം കലാപത്തിനുള്ള കാരണമെന്ന് പറയുന്നത്. നീലം കർഷകരുടെ ദയനീയ ജീവിതത്തെ ആധാരമാക്കി ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നീലം കർഷകരുടെ ജീവിതത്തെ ആധാരമാക്കി ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. നീൽ ദർപ്പൺ രചിച്ചത് ആരാണ്? ദീനബന്ധു മിത്രയാണ്. എന്തിനാണ് അത്? നീലം കർഷകരുടെ ദുരിതത്തെ അടിസ്ഥാനമാക്കി രചിച്ചതാണ് നീൽ ദർപ്പൺ. പഞ്ചാബിലെ കർഷകർ ബ്രിട്ടീഷ് ഭരണത്തിനും ഭൂപ്രഭുക്കന്മാർക്കുമെതിരെ നടത്തിയ കലാപമാണ് കൂഗ കലാപം. അപ്പോൾ കൂഗ കലാപം എവിടെയാണ്? അത് പഞ്ചാബിലാണ്. ഇന്ത്യയിൽ പട്ടുനൂൽ കൃഷിക്കാരാണ് നഗോഡകൾ. SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള പോയിൻ്റാണ്. ഇന്ത്യയിൽ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു ആര്? നഗോഡകൾ. ഇവിടങ്ങളിൽ കർഷകർക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ അറിയപ്പെടുന്നത് സാഹുക്കാർ എന്നായിരുന്നു. കർഷകർക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ ഏത് പേരിൽ അറിയപ്പെടുന്നു? സാഹുക്കാർ. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് TG ടെണ്ടുൽക്കറാണ്. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് TG ടെണ്ടുൽക്കർ. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വില്യം ബെൻഡിക് പ്രഭു പറഞ്ഞതാണ്. അന്നത്തെ ഗവർണർ ആയിരുന്ന വില്യം ബെൻഡിക് പ്രഭു പറഞ്ഞതാണ്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലെയൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു.
സ്വയം പര്യാപ്തമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പടച്ചട്ടകളെ ഉരുക്കുറയലിനാൽ കീറിമുറിക്കുകയും രക്തം ഊറ്റിക്കുടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത് TH ബുക്കനാനാണ്. അപ്പം സ്വയം പര്യാപ്തമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പടച്ചട്ടകളെ ഉരുക്കുറയലിനാൽ കീറിമുറിക്കുകയും രക്തം ഊറ്റിക്കുടിക്കുകയും ചെയ്തുമെന്ന് നീലം കലാപത്തെക്കുറിച്ച് പറഞ്ഞത് ആരാണ്? TH ബുക്കനാനാണ്. ബംഗാളിലെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ് സന്യാസി ഫക്കീർ കലാപം. സന്യാസി ഫക്കീർ കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. സന്യാസി കലാപത്തെ ആധാരമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച കൃതിയാണ് ആനന്ദമഠം. ആനന്ദമഠം ആരുടെ രചനയാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. എന്തിനെ ആസ്പദമാക്കിയിട്ടാണ്? അതിലെന്താണ് പറയുന്നത്? സന്യാസി ഫക്കീർ കലാപത്തെക്കുറിച്ചാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിൽ പറയുന്നത്. ആനന്ദമഠത്തിൻ്റെ എഴുതിയ വർഷം 1882 ആനന്ദമഠം എന്ന ബംഗാളി നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് ഭവാനന്ദൻ. ബംഗാളിലെ അടിച്ചമർത്തപ്പെട്ട മുസ്ലിം ജനത ബ്രിട്ടീഷുകാർക്കും ഭൂപ്രഭുക്കന്മാർക്കുമെതിരെ നടത്തിയ കലാപമാണ് ഫറാസി കലാപം. അപ്പോൾ ബംഗാളിൽ അടിച്ചമർത്തപ്പെട്ട മുസ്ലിം ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയതാണ് ഫറാസി കലാപം. ഫറാസി കലാപത്തിന് നേതൃത്വം നൽകിയത് പ്രാദേശിക നേതാക്കളാണ് ഹാജി ഷരിയാത്തുള്ളയും ദാദു മിയാന്. റാമോസി കാർഷിക കലാപത്തിന് നേതൃത്വം കൊടുത്ത വിപ്ലവകാരിയാണ് വാസുദേവ ബൽവന്ത ഫാഡ്കോ. ബ്രിട്ടീഷ് വ്യവസായികളുടെ ചൂഷണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യകാല തൊഴിൽ സമരങ്ങളാണ് ഗ്രേറ്റ് ബോംബെ തുണിമിൽ സമരവും കൽക്കത്ത ചണമിൽ സമരവും. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യകാല തൊഴിൽ സമരങ്ങളാണ് ഏതൊക്കെ? ഗ്രേറ്റ് ബോംബെ തുണിമിൽ സമരം, കൽക്കത്ത ചണമിൽ സമരം. അടുത്തത് ഗോത്രവർഗ കലാപങ്ങളിലേക്ക് പോകുമ്പോൾ ഗോത്ര ജനതയുടെ പ്രധാന ജീവിതോപാധികളായിരുന്നു വനവിഭവങ്ങൾ ശേഖരിക്കൽ, പുനം കൃഷി, കന്നുകാലി വളർത്തൽ, വേട്ടയാടൽ. വനങ്ങളെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചതോടെ വനത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചതാണ് ബ്രിട്ടീഷ് ഭരണം മൂലം ഗോത്രജനതയുടെ ജീവിതം ദുരിതത്തിലാവാൻ കാരണമായത്. അപ്പോൾ ഈ ഗോത്രവർഗക്കാരുടെ പ്രധാനപ്പെട്ട തൊഴിലുകളായിരുന്നു വനവിഭവങ്ങൾ ശേഖരിച്ച് വിൽക്കുക, പുനം കൃഷി, കന്നുകാലി വളർത്തൽ, വേട്ടയാടൽ. ഈ ബ്രിട്ടീഷുകാർ വനങ്ങളെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചതോടെ വനത്തിലേക്ക് പ്രവേശനം ഗോത്രവർഗക്കാർക്ക് നിഷേധമാകുന്നു. ബ്രിട്ടീഷ് ഭരണം മൂലം ഗോത്രജനതയുടെ ജീവിതം വളരെ ദുരിതത്തിലാവാൻ തുടങ്ങി. ഇന്ത്യയിൽ നടന്ന പ്രധാന ഗോത്ര കലാപങ്ങളാണ് പഹാരിയ കലാപം, കോൾ കലാപം, ഗാസി കലാപം, ഭീൽ കലാപം, മുണ്ട കലാപം, സാന്താൾ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗങ്ങളാണ് മറാത്തിയിലെ ഭീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നുകളിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്യർ. ഇത് നമ്മളോട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. മറാത്തിയിൽ ഫീലുകൾ, അഹമ്മദ് നഗറിൽ കോലി, ഛോട്ടാ നാഗ്പൂരിൽ കോളുകൾ, രാജ്മഹൽ കുന്നിൽ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്യർമാർ. ഗോത്രവർഗ കലാപങ്ങൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ പ്രദേശങ്ങളിൽ ഏതൊക്കെ ഗോത്രവർഗ്ഗക്കാർ. അപ്പം ഈ ഒരു 5 പോയിന്റ് നിങ്ങൾ ഉറപ്പായിട്ടും കാണാതെ തന്നെ പഠിക്കുക. കോഡ് എന്തെങ്കിലുമൊക്കെ വെച്ച് മനസ്സിൽ ഓർത്തിരിക്കുക കേട്ടോ. ഇനി സാന്താൾ കലാപം. ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലായി രാജ്മഹൽ കുന്നുകളിലെ താഴ്വരയിൽ ജീവിച്ചിരുന്ന സാന്താൾ ഗോത്ര വിഭാഗത്തിലെ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. അപ്പം സാന്താൾ കലാപം എവിടെയാണ്? ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടന്ന രാജ്മഹൽ കുന്നുകളിലെ താഴ്വരയിൽ ജീവിച്ചിരുന്ന സാന്താൾ ഗോത്ര വിഭാഗത്തിലെ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക നേതാക്കളായിരുന്നു സിദ്ധുവും കൻഹുവും. സാന്താൾ കലാപത്തിൻ്റെ പ്രാദേശിക നേതാക്കൾ സിദ്ധു, കൻഹു. സാന്താൾ കലാപത്തിൽ ഏകദേശം 15,000-ലധികം സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. സാന്താളുകൾ വെട്ടിത്തെളിച്ച ഭൂമിയിൽ നിന്നും ഗവൺമെൻറ് അമിതമായി ഭൂനികുതി ചുമത്തിക്കൊണ്ടിരുന്നു. ഹുണ്ടികക്കാർ അവരിൽ നിന്നും അതായത് പലിശ മേടിക്കുന്നവർ ഉയർന്ന പലിശ നിരക്ക് ഈടാക്കുകയും കടം തിരിച്ചടയ്ക്കാതെ
വന്നപ്പോൾ ഭൂമി പിടിച്ചെടുക്കുകയും സെമീന്ദാർമാർ ദാമിൻ പ്രദേശത്ത് നിയന്ത്രണം സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. സാന്താൾ കലാപത്തിന് ശേഷം 1855-56 ഭഗൽപൂർ, ബിർഭം എന്നീ ജില്ലകളിൽ നിന്നും 5500 ചതുരശ്ര മൈൽ വേർതിരിച്ചെടുത്ത് സാന്താൾ പർഗാന രൂപീകരിക്കുന്നു. അപ്പോൾ സാന്താൾ കലാപം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സാന്താൾ കലാപത്തിൻ്റെ പ്രാദേശിക നേതാക്കളുടെ പേരൊക്കെ ഓർത്തിരുന്നോണം. സിദ്ധു, കൻഹു, ഇതൊക്കെ എപ്പോഴും PSC ചോദിക്കുന്നതാണ്. രാജ്മഹൽ കുന്നുകളെക്കുറിച്ചും സാന്താളന്മാരെക്കുറിച്ചും ആധികാരിക വിവരങ്ങൾ നൽകിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനായിരുന്നു ബുക്കനാൻ. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയവരെ കുറിച്ചിട്ടുള്ള ഒരു ടേബിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവ, മലബാർ പഴശ്ശിരാജ, കൊച്ചി പാലിയത്തച്ചൻ, തിരുനെൽവേലിയിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, കർണാടക കിട്ടൂർ ചെന്നമ്മ, ഔദ് രാജ ചേത് സിംഗ്, ശിവഗംഗയിൽ മരുതു പാണ്ഡ്യൻ. ഈ പേരുകളൊക്കെ ഓർത്തിരുന്നോണം, കാരണം ഇതും നമ്മളോട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആദിവാസികളുടെ ഭൂമി പുറംനാട്ടുകാർക്ക് നൽകുന്നതിലും മിഷനറിമാരുടെ പ്രവർത്തനങ്ങൾക്കും എതിരായി ബീഹാറിലെ മുണ്ട വിഭാഗം നടത്തിയ കലാപമാണ് മുണ്ട കലാപം. 1899, 1900 കാലഘട്ടത്തിലാണ് മുണ്ട കലാപം നടക്കുന്നത്. എവിടെയാണ്? ബീഹാറിലാണ്. കാരണം എന്താണ്? ആദിവാസികളുടെ ഭൂമി പുറംനാട്ടുകാർക്ക് നൽകുന്നതും മിഷനറിയുടെ പ്രവർത്തനങ്ങൾക്കും എതിരായിട്ടാണ് മുണ്ട കലാപം നടക്കുന്നത്. മുണ്ട കലാപത്തിൻ്റെ നേതാവാണ് ബിർസ മുണ്ട. മുണ്ട കലാപത്തിൻ്റെ നേതാവ് ആരാണ്? ബിർസ മുണ്ടയാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൽ ചിത്രമുള്ള ഗോത്ര നേതാവാണ് ബിർസ മുണ്ട. ഇതുപോലെ തന്നെ PSC നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൽ ചിത്രമുള്ള ഒരേ ഒരു ഗോത്ര നേതാവ് ആരാണ്? ബിർസ മുണ്ട. ഇമ്പോർട്ടൻ്റ് ആണ്. ബിർസ മുണ്ടയുടെ ജീവിതത്തെ ആസ്പദമാക്കി മഹാശ്വേതാദേവി രചിച്ച ബംഗാളി നോവലാണ് ആരണ്യർ അധികാർ. ബിർസ മുണ്ടയുടെ ജീവിതത്തെ ആസ്പദമാക്കി മഹാശ്വേതാദേവി രചിച്ച ബംഗാളി നോവലാണ് ആരണ്യർ അധികാർ. മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ട ഖണ്ഡേഷ് പ്രദേശത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയ ഗോത്ര വിഭാഗമായിരുന്നു ഭീലുകൾ. മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽപ്പെട്ട ഖണ്ഡേഷ് പ്രദേശത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയ ഗോത്ര വിഭാഗം ഏതാണ്? അത് ഭീലുകളാണ്. ഓക്കെ. ഛോട്ടാ നാഗ്പൂർ പ്രദേശങ്ങളിൽ നടന്ന കോൾ കലാപങ്ങൾക്ക് 1831-32 കാലത്ത് നേതൃത്വം നൽകിയത് ബുദ്ധു ഭഗത് ആണ്. ഛോട്ടാ നാഗ്പൂർ പ്രദേശങ്ങളിൽ നടന്ന കോൾ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? അത് ബുദ്ധു ഭഗത് ആണ്. ഖാരോ ജയന്തിയ കുന്നുകളിലെ ഗോത്രവർഗം ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിയ കലാപമാണ് ഖാസി കലാപം. 1829-33 കാലഘട്ടത്തിലാണ് ഖാസി കലാപം നടക്കുന്നത്. ഗാരോ ജയന്തിയ കുന്നുകളിലെ ഗോത്രവർഗം. ഖാസി കലാപത്തിന് നേതൃത്വം നൽകിയത് തിരത് സിംഗ് ആണ്. ഖാസി കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? തിരത് സിംഗ് ആണ്. ഒറീസയിലെ ഖണ്ഡമാൽ പ്രവിശ്യയിൽ 1846 നടന്ന ഖോണ്ട് കലാപത്തിന് നേതൃത്വം നൽകിയത് ചക്ര ബിഷ്ണോയി ആണ്. ഒറീസയിൽ നടന്ന കലാപമാണ് ഖണ്ഡമാൽ പ്രവിശ്യയിൽ നടന്ന കലാപമാണ് ഖോണ്ട് കലാപം 1846. ഇതിന് നേതൃത്വം നൽകിയത് ചക്ര ബിഷ്ണോയി ആണ്. ഏകാ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. ഏകാ പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലമായത് ഉത്തർപ്രദേശാണ് 1921. കാർഷിക പ്രദേശങ്ങളിൽ ഉയർന്ന നികുതിയാണ് ഏകാ പ്രസ്ഥാനം നിലവിൽ വരാൻ കാരണമായത്. കാർഷിക പ്രദേശങ്ങളിലെ ഉയർന്ന നികുതിയെ തുടർന്ന് നിലവിൽ വന്ന പ്രസ്ഥാനമാണ് ഏകാ പ്രസ്ഥാനം. ഏകാ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവാണ് മദാരി പാസി. ഏകാ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു? മദാരി പാസി ആയിരുന്നു. 1922 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏകാ പ്രസ്ഥാനത്തെ അടിച്ചമർത്തി. അപ്പോൾ 1921 വന്ന ഏകാ പ്രസ്ഥാനത്തെ 1922 ബ്രിട്ടീഷ് ഗവൺമെൻറ് അടിച്ചമർത്തുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ഇന്ത്യ ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരായും നടന്ന സമരമാണ് തോഫാഗ സമരം 1946-47. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ഇന്ത്യയിലെ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരായും നടന്ന സമരമായിരുന്നു തോഫാഗ സമരം. തോഫാഗ സമരം നടന്നത് ബംഗാളിൽ, തെലങ്കാന സമരം ആന്ധ്രാപ്രദേശ്, നാവിക കലാപം ബോംബെ. ഇമ്പോർട്ടൻ്റ് ആണ്. തോഫാഗ സമരം ബംഗാൾ, തെലങ്കാന സമരം ആന്ധ്രാപ്രദേശ്, നാവിക കലാപം ബോംബെ. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ചയെക്കുറിച്ചാണ്.
ഇന്ത്യൻ പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം എന്തായിരുന്നു? അത് ബ്രിട്ടീഷ് നയങ്ങൾ തന്നെയായിരുന്നു. യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ നാശത്തിന് കാരണമായി. യന്ത്രനിർമ്മിത തുണിത്തരങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് അവർ കയറ്റി അയച്ചു. അപ്പോൾ ഇവിടെ വന്ന് ഇന്ത്യയിൽ അത് ഇറക്കുമതി ചെയ്ത് അതിനെന്തായിരിക്കും? വില കുറവായിരിക്കും അല്ലേ? അപ്പോൾ അത് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ നാശത്തിലേക്കാണ് നയിച്ചത്. ബ്രിട്ടനിൽ നിന്നും കൊണ്ടുവന്ന യന്ത്രനിർമ്മിത തുണികൾക്ക് വിലക്കുറവായതിനാൽ ഇന്ത്യയിൽ എളുപ്പത്തിൽ വിറ്റഴിക്കാൻ കഴിഞ്ഞു. ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങളിലെത്തുന്ന തുണിത്തരങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും ഗ്രാമങ്ങളിലെ പരുത്തി ശേഖരിച്ച് തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിലെത്തിക്കാനും റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ബ്രിട്ടീഷ് വിപണി ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമായത് ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ചുമത്തിയ ഉയർന്ന നികുതി അവയുടെ വില വർദ്ധിപ്പിക്കാൻ കാരണമായതാണ്. അപ്പം ബ്രിട്ടീഷ് വിപണി ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമാകുന്നു. ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉയർന്ന നികുതി ചുമത്തുന്നു. ഇതും വില വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ച ആരംഭിച്ചത് നഗരങ്ങളിൽ നിന്നായിരുന്നു. മുർഷിദാബാദും ധാക്കയും പോലുള്ള തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങൾ ജനവാസരഹിതമാകുകയും തുണി നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ കൃഷിപ്പണിയിലേക്ക് തിരിയുകയും ചെയ്തു. ഗ്രാമീണ വ്യവസായങ്ങളുടെ തകർച്ചയും അതിനുണ്ടായ കാരണങ്ങളുമാണ് ഇവിടെ ബോക്സിൽ തന്നിരിക്കുന്നത്. മൺപാത്ര നിർമ്മാണ വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്കുണ്ടായ കാരണം അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതിയായിരുന്നു. തുകൽപ്പണിയുടെ തകർച്ചയ്ക്ക് കാരണം അസംസ്കൃത വസ്തുവായ തുകലിൻ്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയായിരുന്നു. മരപ്പണിയോ ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം മൂലം മരപ്പണിക്കാർക്കും എന്തു വന്നു? തകർച്ച വന്നു. ആ മേഖലയിലും തകർച്ച വന്നു. ആധുനിക വ്യവസായങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ആരംഭിക്കുന്നു. ആധുനിക വ്യവസായങ്ങളിൽ ആദ്യം ആരംഭിച്ചത് തോട്ടം വ്യവസായങ്ങളാണ്. പ്രധാന ആധുനിക വ്യവസായങ്ങളാണ് തുണി, ചണം, ഇരുമ്പ്, പേപ്പർ എന്നിവ. ആധുനിക വ്യവസായങ്ങളിലെ തൊഴിലാളികളുടെ അവസ്ഥ ശോചനീയമാവാൻ കാരണം മണിക്കൂറുകളോളം നീണ്ട ജോലി സമയവും കുറഞ്ഞ കൂലി, അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങൾ എന്നിവയായിരുന്നു. ഇനി ഇതേ തുടർന്ന് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ രൂപം കൊള്ളുന്നു. ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകളാണ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ എന്നിവ. അപ്പം ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകൾ ഏതൊക്കെയാണ്? അത് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷനും മദ്രാസ് ലേബർ യൂണിയനുമാണ്. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ AITUC അല്ലെ 1920 അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചത്. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ 1920 കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് വരുന്നത്. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് NM ജോഷിയും ലാലാ ലജ്പത് റായിയുമാണ്. അപ്പോൾ AITUCയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് NM ജോഷി, ലാലാ ലജ്പത് റായി എന്നിവരാണ്. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു തൊഴിലാളി വർഗമെന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്കുവഹിക്കുക. ഇവയൊക്കെയായിരുന്നു അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അടുത്തതാണ് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ്. NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ച് രൂപീകൃതമായ കർഷക പ്രസ്ഥാനമാണ് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ്. ആരുടെ ശ്രമഫലമായിട്ടാണ്? NG രംഗ എന്ന തുടങ്ങിയ കർഷക നേതാക്കളുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ച് രൂപീകൃതമായ കർഷക പ്രസ്ഥാനമാണ് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ്. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് പിൽക്കാലത്ത് അഖിലേന്ത്യാ കിസാൻ സഭ എന്ന് അറിയപ്പെട്ടു. ബോംബെയിലെ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ചാണ് കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകിയത്. കിസാൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആവശ്യങ്ങളാണ്: ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക, കടകൾ
കടങ്ങൾ മരവിപ്പിക്കുക. അപ്പോൾ ഭൂമിനികുതിയും പാട്ടവും എത്രയാക്കണം? 50% കുറയ്ക്കണം. കടങ്ങളൊക്കെ മരവിപ്പിക്കണം. കർഷകരുടെ കടങ്ങൾ മരവിപ്പിക്കണം. ഫ്യൂഡൽ നികുതി റദ്ദാക്കുക. കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം, ചെയ്യുന്ന ജോലിക്ക് അവർക്ക് മിനിമം വേതനം ഉറപ്പാക്കുക. കർഷക യൂണിയനുകളെ അംഗീകരിക്കുക. കർഷകരുടെ സംഘടനകളെ അംഗീകരിക്കുക. ഇവയൊക്കെയായിരുന്നു കിസാൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരുന്ന ആവശ്യങ്ങൾ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് അപ്പോൾ കർഷകർക്കെതിരെയും ഗോത്രവർഗ്ഗങ്ങൾക്കെതിരെയും ഒരുപാട് കലാപങ്ങളും ഒരുപാട് ചൂഷണത്തിനും ഇരയായവരാണ് ആര്? നമ്മുടെ കർഷകരും ഗോത്രവർഗ്ഗക്കാരും. അപ്പം ഇവർക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കാൻ കർഷക സംഘടനകളും തൊഴിലാളി പ്രസ്ഥാനങ്ങളും ഈ കാലഘട്ടത്തിൻ്റെ അവസാനമായപ്പോഴേക്കും ഇന്ത്യയിൽ രൂപം കൊള്ളുന്നു. ഇതുവരെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ബ്രിട്ടീഷ് ചൂഷണം എന്ന ഭാഗം, യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ഒരൊറ്റ ടോപ്പിക്ക് നമ്മൾ പഠിച്ചു തീർന്നിരിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള കഴിയുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾ നല്ലതുപോലെ കാണുക, കേൾക്കുക, പലതവണ ക്ലാസ് കേൾക്കുക. പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതി വെച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് വർഷങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് അതൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ച് ഒന്ന് എഴുതി വെച്ച് പഠിക്കുക. അപ്പോൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടോപ്പിക്ക് വൈസ് ആയിട്ട് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം. അതുപോലെ നമുക്കിനി 10th മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇതൊക്കെ തന്നെ പഠിച്ചാലും നമുക്ക് എന്തെടുക്കാൻ പറ്റും? 10th മെയിൻസ് നല്ല സുഖമായിട്ട് ജയിക്കാൻ പറ്റും, നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. ഒരുമിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.